ഇനി നമുക്ക് വൺസിൻ്റെ പ്ലേസിലുള്ള ബീഡ്സ് ഏതൊക്കെ ഫിംഗർ വെച്ചിട്ടാണ് ആഡ് ചെയ്യുക, ഏത് ഫിംഗർ വെച്ചിട്ടാണ് ലെസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ടൂള് സെറ്റ് സീറോ ആക്കണം. സെറ്റ് സീറോ ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ടൂള് ഹോൾഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് തമ്പും ഇൻഡെക്സും വെച്ചിട്ട് ബീമിൻ്റെ ഇവിടെ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റിലേക്കൊന്ന് വലിക്കുക. സെറ്റ് സീറോ. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കൊന്ന് വലിക്കുക. അപ്പോൾ മുകളിലത്തെ അപ്പർ ബീഡ്സ് ഒക്കെ മുകളിലേക്കും ലോവർ ബീഡൊക്കെ താഴേക്കും വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ആയതിനു ശേഷമാണ് നമ്മളൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ടത്. ഇനി നമുക്ക് നോക്കാം. ഇപ്പം വൺസിൻ്റെ പ്ലേസ് ഇതാണ്. ഇവിടെ വണ്ണ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലോവർ ബീഡ്സ് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് തമ്പാണ്, റൈറ്റ് ഹാൻഡ് തമ്പ്. ഇപ്പം ആഡ് 1, ആഡ് 1, ആഡ് 2, ആഡ് 3, ആഡ് 4. ഇനി ലെസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ഇൻഡെക്സ് ഫിംഗർ ആണ്. അപ്പം ആഡ് 1, ലെസ് 1, ആഡ് 1 വിത്ത് തമ്പ് ആൻഡ് ലെസ് 1 വിത്ത് ഇൻഡെക്സ്, ആഡ് 2 with thumb, less with index, add 3 with thumb, less with index, add 4 with thumb, less with index, add 5 with index, less 5 with index. അപ്പോൾ 5 ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗർ തന്നെയാണ്. അപ്പം ആഡ് 5 വിത്ത് ഇൻഡെക്സ്, ലെസ് 5 വിത്ത് ഇൻഡെക്സ്. അപ്പം ആഡ് 1, ലെസ് 1, ആഡ് 2 വിത്ത് തമ്പ്, ലെസ് വിത്ത് ഇൻഡെക്സ്, ആഡ് 3 വിത്ത് തമ്പ്, ലെസ് വിത്ത് ഇൻഡെക്സ്, ആഡ് 4 വിത്ത് തമ്പ്, ലെസ് വിത്ത് ഇൻഡെക്സ്, ആഡ് 5 വിത്ത് ഇൻഡെക്സ്, ലെസ് 5 വിത്ത് ഇൻഡെക്സ്, ആഡ് 6 വിത്ത് തമ്പ് ആൻഡ് ഇൻഡെക്സ്, പിഞ്ച്, add 6 with thumb and index, pinch, less with split. അപ്പം ആഡ് 6 ചെയ്യാൻ തമ്പും ഇൻഡെക്സും വെച്ച് പിഞ്ച് ചെയ്യുക, ലെസ് ചെയ്യാൻ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം ആഡ് 6, ലെസ് 6. അതുപോലെ തന്നെയാണ് ആഡ് 7, ലെസ് 7, ആഡ് 8, ലെസ് 8, ആഡ് 9, ലെസ് 9. ഓക്കെ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ സെറ്റ് സീറോ ചെയ്യാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1. അപ്പം വൺസിൻ്റെ പ്ലേസിൽ 1 ആഡ് ചെയ്തു, വീണ്ടും 1 ആണ്. അപ്പം വീണ്ടും 1 ആഡ് ചെയ്തു. ആൻസർ 2. സെറ്റ് സീറോ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 ആണ്. അപ്പം 2 എടുക്കുക, 2 ബീഡ് എടുക്കുക, 2. ദെൻ 1, ആഡ് 1. അപ്പം 1, 2, 3. സോ ആൻസർ ഈസ് 3. നെക്സ്റ്റ് സെറ്റ് സീറോ. തേർഡ് ക്വസ്റ്റ്യൻ 2 ബീഡ്സ് എടുത്തു, അഗെയിൻ 2 ആണ്. അപ്പം വീണ്ടും 2 എടുത്തു. ആൻസർ 1, 2, 3, 4. സെറ്റ് സീറോ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ 1, then 3. 1, 2, 3. Answer 1, 2, 3, 4. Next, fifth question 3, then 1. So answer is 4. Sixth question 7 with pinch, then 2. So answer is 9. 5, 6, 7, 8, 9. Next, seventh question 2, then 5. Upper bead ആണ് 5. 5 ആഡ് ചെയ്തു. So answer is 7. Next, eighth question 5 add with index. Then 4 add with thumb. So answer is 9. 5, 6, 7, 8, 9.
നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ 6 ആഡ് വിത്ത് തമ്പ് ആൻഡ് ഇൻഡെക്സ് പിൻ ചെയ്യുക. ദെൻ 2 ആണ് 2. സോ ആൻസർ ഈസ് 8. 5 6 7 8. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ കാണാം ക്വസ്റ്റ്യനിൽ 2ഉം -1 ആണുള്ളത്. നമ്മൾ അബാക്കസിൽ ലെസ് എന്നാണ് പറയുക, മൈനസ് എന്നല്ല ഉപയോഗിക്കുക, ലെസ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 2 ഹോൾഡ് ചെയ്യുക, സെറ്റ് 0 ചെയ്യുക, 2 എടുക്കുക, 2 2 വീട് എടുത്തു. ദെൻ -1 ആണ്. അപ്പം 1 ലെസ് ചെയ്യുക. ഏത് ഫിംഗർ കൊണ്ടാണ്? ഇൻഡെക്സ് ഫിംഗർ കൊണ്ടാണ് ലെസ് ചെയ്യേണ്ടത്. 1 ലെസ് ചെയ്തു. ആൻസർ എത്രയാണ്? 1. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 4 സെറ്റ് 0 ചെയ്തു. 4 ആണ്. അപ്പോൾ 4 എടുത്തു. അതിൽ നിന്ന് -1 ലെസ് ചെയ്തു. ആൻസർ 1 2 3. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ 4 ആഡ് വിത്ത് തമ്പ്. നെക്സ്റ്റ് -3 ആണ്. -3 ചെയ്യുക. -3 വിത്ത് ഇൻഡെക്സ്. സോ ആൻസർ ഇസ് 1. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ 2 എടുത്തു. പിന്നെ -2 ആണുള്ളത്. അപ്പം 2 ലെസ് ചെയ്യുക വിത്ത് ഇൻഡെക്സ്. സോ ആൻസർ ഇസ് 0. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 3 1 2 3. ദെൻ -2 ലെസ് ചെയ്യുക. ആൻസർ 1. സിക്സ്ത് ക്വസ്റ്റ്യൻ 7 വിത്ത് പിഞ്ച്. ദെൻ -1 ലെസ് ചെയ്യുക. സോ ആൻസർ ഇസ് 6. സെവൻത്ത് ക്വസ്റ്റ്യൻ 8 ആണ്. 8 വിത്ത് പിഞ്ച്. ദെൻ -5 ആണ്. 5 ലെസ് ചെയ്യുക വിത്ത് ഇൻഡെക്സ്. സോ ആൻസർ ഇസ് 3. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ നോക്കാം. 7 വിത്ത് പിഞ്ച്. -2 ലെസ് ചെയ്യുക. 2 ലെസ് ചെയ്തപ്പോൾ ആൻസർ 5. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ 9 ആണ്. അപ്പം 9 എടുക്കുക. 9 വിത്ത് പിഞ്ച്. 5 6 7 8 9. ദെൻ -4 ലെസ് ചെയ്യുക. ലെസ് വിത്ത് ഇൻഡെക്സ്. ആൻസർ ഇസ് 5. ഇനി നമുക്ക് 3 നമ്പേഴ്സ് വരുന്നത് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. സെക്കൻഡ് റോ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9 ആണ്. അപ്പം ഫസ്റ്റ് സെറ്റ് 0 ചെയ്യുക. പിന്നെ 9 എടുക്കുക. അപ്പം 9 വിത്ത് പിഞ്ച്. ദെൻ -1 ആണ്. -1 അപ്പം 1 ലെസ് ചെയ്തു. ദെൻ ആഡ് 1 ആണ്. അപ്പം 1 ആഡ് ചെയ്തു. ആൻസർ എത്ര കിട്ടി? 5 6 7 8 9 കിട്ടി. നെക്സ്റ്റ് സെറ്റ് 0 8 എടുക്കുക. ദെൻ 1 ആണ്. 1 ആഡ് ചെയ്തു. ദെൻ -6 ആണ്. 6 ലെസ് ചെയ്യുക. 6 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ 5 6. ആൻസർ 3. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 9 എടുത്തു. ദെൻ -3 ആണ്. 3 ലെസ് ചെയ്യണം. അപ്പോൾ 1 2 3 ലെസ് ചെയ്തു. ദെൻ 2 ആണ്. 2 ആഡ് ചെയ്യണം വേണ്ടത്. അപ്പം 2 ആഡ് ചെയ്തു. അപ്പോൾ ആൻസർ 8. 5 6 7 8. സെറ്റ് 0 ചെയ്തു. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 8 ആണ്. അപ്പം 8 എടുത്തു. ദെൻ 1. ദെൻ -1 ആണ്. -1 എന്ന് പറയുമ്പോൾ 1 ലെസ് ചെയ്യും. അപ്പോൾ ആൻസർ 8. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 4 എടുത്തു. ദെൻ 5 എടുത്തു. ദെൻ -5 ആണ്. -5 എന്ന് പറയുമ്പോൾ 5 ലെസ് ചെയ്യാം. അപ്പോൾ ആൻസർ 4. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ 4. ദെൻ -2 ആണ്. അപ്പോൾ 2 ലെസ് ചെയ്യാം. അപ്പോൾ 1 2 ലെസ് ചെയ്യും.
ദെൻ 2 ആഡ് ചെയ്യുക. 1 2 ആഡ് ചെയ്തു. ആൻസർ 4. അടുത്തത് 7th ക്വസ്റ്റ്യൻ നോക്കാം. 9 ആണ്. 9 എടുത്തു, അതിൽ നിന്ന് 8 ലെസ് ചെയ്യുക. അപ്പം 5 6 7 8 ലെസ് ചെയ്തു. ദെൻ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്തു. ആൻസർ 2. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ 6 എടുത്തു, പിന്നെ 2 ആണ്. 2 എടുത്തു, പിന്നെ 1 ആണ്. 1 എടുത്തു. ആൻസർ 9. അടുത്ത 9th ക്വസ്റ്റ്യൻ 1 ദെൻ 5 അപ്പർ ബീഡാണ്. ദെൻ 2 1 2. ഓക്കെ, ആൻസർ 8. 5 6 7 8. നെക്സ്റ്റ് റോ നോക്കാം. 9 എടുത്തു, ദെൻ 6 ആണ്. ലെസ് 6 ആണ്. അപ്പം 6 എങ്ങനെ ലെസ് ചെയ്യാം? ലെസ് 5 6 ലെസ് ചെയ്തു. പിന്നെ 1 ആണ്. 1 ആഡ് ചെയ്തു. ആൻസർ 4. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ 3 ആഡ് 3. ദെൻ 5 ആഡ് 5 ലെസ് 3 ലെസ് ചെയ്തു. 1 2 3 ലെസ് ചെയ്തു. ആൻസർ 5. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ 1 ദെൻ ലെസ് 1 ലെസ് ചെയ്തു. പിന്നെ 7 5 6 7 പിൻ ചെയ്ത് എടുക്കുക. ആൻസർ 7. നെക്സ്റ്റ് 9 പിൻ ചെയ്യുക. ലെസ് 9 സ്പ്ലിറ്റ് ചെയ്യുക, ലെസ് ചെയ്യുക. ദെൻ 3 1 2 3 ആൻസർ 3. നെക്സ്റ്റ് 2 ദെൻ 5 ആഡ് ചെയ്തു. ദെൻ ലെസ് 7 ലെസ് ചെയ്യാം. 5 6 7 ലെസ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാം. സോ ആൻസർ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ 9 ലെസ് 4 ലെസ് ചെയ്തു. ലെസ് 4 എങ്ങനെ? 1 2 3 4 ലെസ് ചെയ്തു. പിന്നെ 4 ആഡ് ചെയ്യുക. 1 2 3 4 ആഡ് ചെയ്തു. അപ്പോൾ ആൻസർ 9. അടുത്ത 7th ക്വസ്റ്റ്യൻ 8 5 6 7 8 ഒരുമിച്ച് എടുക്കുക, പിൻ ചെയ്തെടുക്കുക. ദെൻ 1 എടുത്തു. ദെൻ ലെസ് 2 ലെസ് ചെയ്യുക. 1 2 ആൻസർ 7. 5 6 7. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ 9 എടുത്തു. ലെസ് 7 ലെസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 5 6 7. ഓക്കെ, അത് ഇങ്ങനെ തന്നെ ചെയ്യുക. 7 എന്ന് പറയുമ്പോൾ ഇതാ സ്പ്ലിറ്റ് ചെയ്യുക. 5 2 സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുക. ദെൻ 5 ആൻസർ 7. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ 3 എടുത്തു. ദെൻ 5 എടുത്തു. ദെൻ ലെസ് 2 ലെസ് ചെയ്തു. അപ്പം ആൻസർ 6. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.